Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കനത്ത മഴയിൽ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ കാലടി സമാന്തര പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ വെള്ളത്തിനടിയിലായി. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കരാറുകാർ പറയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. കാലവർഷം കനത്തതോടെ പെരിയാർ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. കഴിഞ്ഞ ദിവസം ജലനിരപ്പ് 2 മീറ്ററോളം ഉയർന്നിരുന്നു. ഈ സമയത്താണ് കാലടി സമാന്തര പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ വെള്ളത്തിൽ മുങ്ങിയത്. താന്നിപ്പുഴ കടവിൽ കെട്ടിയിട്ടിരുന്ന കൂറ്റൻ ബാർജ് വെള്ളത്തിനടിയിലായി. ബാർജിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോറുകളും മറ്റ് സാധന സാമഗ്രികളുമാണ് നശിച്ചത്. കാലടി ഭാഗത്ത് കൂട്ടിയിട്ടിരുന്ന മെറ്റലിന്റെയും എംസാൻഡിന്റെയും വലിയൊരു ഭാഗം വെള്ളത്തിൽ ഒലിച്ചുപോയി. കനത്ത നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് കരാർ കമ്പനി സൂപ്പർവൈസർ നന്ദകുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 മീറ്ററോളം വെള്ളം ഇവിടെ കൂടിയായിരുന്നു. അത് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാലമണിക്ക് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സാമഗ്രികളിലെല്ലാം നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് താന്നിപ്പുഴ ഭാഗത്ത് നമ്മൾ ഒരു ബാർജ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെള്ളം മുങ്ങിയപ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിലേക്കായിപ്പോയി. അത് നല്ലൊരു നഷ്ടമാണ്. അതിനകത്ത് കുറേ സാധനങ്ങളും മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോയി. നല്ലൊരു നഷ്ടം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എംസാൻഡൊക്കെ ഉണ്ടായിരുന്നു. എംസാൻഡെല്ലാം വെള്ളത്തിൽ പോയി. പിന്നെ അതുകൂടാതെ കുറേ നഷ്ടങ്ങൾ ഈ നമ്മുടെ പ്ലാന്റിൻ്റെ മോട്ടറും കാര്യങ്ങളെല്ലാം വെള്ളത്തിലായിപ്പോയി. ഇപ്പം എല്ലാം റെഡിയാക്കി എടുക്കണം. ഇപ്പം ഇന്നലെ പണി നടന്നില്ല. ഇപ്പം മഴ കാരണമുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പണി നടക്കുന്നില്ല. താഴെയുള്ള പണിയുള്ളൂ. മുകളിൽ കയറുന്നുള്ള പണിയൊന്നും നമുക്ക് മഴയുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം സാധാരണ രീതിയെക്കാട്ടിലും ഒരു 2 മീറ്റർ വെള്ളം കൂടിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും നമുക്ക് വെള്ളം കൂടുതൽ വന്നു. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നല്ല വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം കുറേ ഒഴുകിപ്പോയായിരുന്നു. മൂവാറ്റുപുഴ കേന്ദ്രമായുള്ള അക്ഷയ ബിൽഡേഴ്സ് ആണ് കരാറുകാർ. വെള്ളപ്പൊക്കം മുൻകൂട്ടി കണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ കരാറുകാർ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. പുഴയുടെ ഇരുകരകളിലുമായി കമ്പികളും പൈപ്പുകളുമെല്ലാം ഇപ്പോഴും മുങ്ങിക്കിടക്കുകയാണ്. വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ പുഴയിൽ ജലനിരപ്പ് വീണ്ടും ഉയരാനും കൂടുതൽ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പുഴയിൽ അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇത് നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 2023 ഏപ്രിലിലാണ് സമാന്തര പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിലവിലുള്ള പാലത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് 5 മീറ്റർ മാറിയാണ് പുതിയ പാലം വരുന്നത്. അതിനിടെ പാലത്തിന്റെ ഇരുകരകളിലുമായി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്തിന് ഭൂവുടമകൾക്ക് പണം ലഭ്യമായിട്ടില്ല എന്ന പരാതിയും നിലനിൽക്കുന്നു. ഭൂമി വിട്ടുകിട്ടിയില്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പാലം പണി പൂർത്തിയാക്കാൻ കഴിയില്ല. ശ്രീശങ്കര പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുകയാണ്. സമാന്തര പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കും വരെ MC റോഡും കാലടിയും യാത്രക്കാർക്ക് അഴിയാക്കുരുക്കായി തുടരും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.